അസ്സലാമു അലൈക്കും. അഭിവന്ദനായ സൈനുലുലമ ചെറുശ്ശേരി ഉസ്താദ് നമ്മോട് യാത്ര പറഞ്ഞു. ഈ യാഥാർത്ഥ്യം നാം ഉൾക്കൊണ്ടേ തീരൂ. നമ്മളൊക്കെ അതിന് പാകപ്പെട്ട് കഴിഞ്ഞു. മനസ്സ് തുടിക്കുന്നുണ്ടെങ്കിലും, ഹൃദയത്തിൽ വേദന പ്രയാസം കടിച്ചമർത്തുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ ഉൾക്കൊള്ളുന്നവരാണ്, ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥരാണ്. വന്നിരായ ചെറുശ്ശേരി ഉസ്താദിനെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി വരുന്ന കാലം തൊട്ട് തന്നെ ഈ വിനീതൻ സംഘടനയുടെ എളിയ പ്രവർത്തകനായി അവരൊക്കെ ചുറ്റിപ്പറ്റി ഉള്ളതുകൊണ്ട് നമ്മുടെ അഭിവന്ദനായ ഉസ്താദ്മാരുടെ ഓരോ രീതികളും നിലപാടുകളും പ്രത്യേകതകളുമൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ശംസുൽ ഉലമയുടെ വിയോഗത്തിന് ശേഷം ഇനി എന്ത് എന്ന ചോദ്യം ഉയർന്നു വന്നപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഒരു വരദാനമായിരുന്നു അഭിവന്ദനായ സൈനുൽ ഉലമ. ചെറുശ്ശേരി ഉസ്താദ് ശംസുലമയുടെ വിടവ് നികത്തി എന്ന് മാത്രമല്ല, വൈകാതെ ഒരു ജനപ്രിയ നായകനായി മാറി എന്നതാണ് സത്യം. എന്തുകൊണ്ട് അദ്ദേഹം ജനപ്രിയ നേതാവായി എന്ന് ചോദിച്ചാൽ അതിന് 2-3 ഉത്തരങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, അദ്ദേഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് പ്രാധാന്യം കൽപ്പിച്ച് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി രൂപം കൊടുത്ത സംഘടനയാണോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് പരിക്ക് പറ്റുന്ന ഒരു വിഷയത്തിനും അദ്ദേഹം ആരുമായും ഒരു കോംപ്രമൈസിനും ഒരിക്കലും പോയിട്ടില്ല. സമസ്തയുടെ നയനിലപാടുകൾ, സമസ്തയുടെ സമീപനങ്ങൾ, അത് ഒരിക്കലും അതിന് വിട്ടുവീഴ്ച ചെയ്യാതെ അതിന് പരിക്കേൽക്കാത്ത വിധമായിരുന്നു അദ്ദേഹം സമസ്തയെ സംരക്ഷിക്കാൻ എന്നും മുൻപന്തിയിൽ നിന്നിരുന്നത്. എന്തൊക്കെ സംഘടനാ രംഗത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും, മറുഭാഗത്തുള്ള സംഘടനകളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നാലും അദ്ദേഹം എന്നും സമസ്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. സമസ്തയുടെ നയനിലപാടുകൾക്ക് ഒരു ദോഷവും വരുത്താതെ അത് അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ നിതാന്ത ജാഗ്രത പാലിക്കുകയും ചെയ്തു. സമസ്തയുടെ കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ പല മുസ്ലിം മതസംഘടനകളുമുണ്ട്, മുസ്ലിം രാഷ്ട്രീയ സംഘടനയുണ്ട്, മറ്റു രാഷ്ട്രീയ സംഘടനകളുണ്ട്, ഇങ്ങനെ വ്യത്യസ്ത മറ്റ് സാംസ്കാരിക സാമൂഹിക സംഘടനകളുണ്ട്. ഇങ്ങനെ വിവിധ സംഘടനകളുള്ള ഒരു നാട്ടിൽ സ്വാഭാവികമായും വ്യത്യസ്ത സംഘടനകളാകുമ്പോൾ എത്രമാത്രം പരസ്പരം യോജിപ്പുണ്ടെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നത് സ്വാഭാവികമായ കാര്യം മാത്രമാണ്. പക്ഷെ അങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നാൽ നമ്മൾ നേരിട്ട് കാണുന്നൊരു കാര്യം, ചെറുശ്ശേരി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് എല്ലാവരും ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുക. അദ്ദേഹത്തെ വശീകരിക്കാനോ പ്രലോഭിച്ച് കുപ്പിച്ച് കൂടെ നിർത്താനോ അല്ലെങ്കിൽ പ്രകോപിപ്പിച്ച് കൂടെ നിർത്താനോ ഒന്നും ആർക്കും സാധ്യമാകില്ല. ഒരു വിഷയം ചർച്ച ചെയ്യാൻ വന്നാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് കൗതുകത്തോടെ എല്ലാവരും നോക്കി നിൽക്കുമെന്ന് മാത്രമല്ല, മഹാനവറുകൾ എന്തു ചെയ്യും? ആദ്യമൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഒരു വിഷയമായി കൊണ്ടുവന്നാൽ ആദ്യം അവരാണല്ലോ സ്വാഭാവികമായും പ്രതികരിക്കുക. ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെ ആ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാക്കേണ്ട സാഹചര്യം വരുമ്പോൾ ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കനമുള്ള വാക്കുകളായിരിക്കും, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കർശനമായിരിക്കും, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്തതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ആളുകൾ കൂടി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയാണെങ്കിലും അദ്ദേഹം കണ്ണും ചെമ്മി കാര്യങ്ങൾ A to Z സമസ്തയ്ക്ക് വേണ്ടി വളരെ ശക്തമായി വാദിച്ചുകൊണ്ട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞാൽ പിന്നെ മറുഭാഗത്തിരിക്കുന്ന ആളുകൾ എത്ര വലിയവരാണെങ്കിലും അവർ കാര്യമായി ഒന്നും പറയാനുണ്ടാകില്ല. കാരണം അദ്ദേഹം നിലപാടിൽ ഒരു അയവും വരുത്തില്ല. അതായിരുന്നു മഹാനവറുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സമസ്തയുടെ ചരിത്രത്തിൽ എന്നും ഇസ്സത്തോടുകൂടി സമസ്തയ്ക്ക് ഇക്കാലം അത്രയും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം സമത്വവും വളരെ നല്ല ബന്ധത്തിൽ പോകുന്ന 2 സംഘടനകളാണ്. മുസ്ലിം ലീഗിലെ 90% ശരാശരി സമസ്തയുടെ പ്രവർത്തകരാണ്. ഒരു 8-10% മുജാഹിദ് ജമാഅത്ത് മുജാഹിദ് തബ്ലീഗ് മറ്റ് പലവിധ തരീഖത്തുകൾ മറ്റ് മറിച്ചൊക്കെ ഉണ്ടാവും.
അതുകൊണ്ട് തന്നെ എക്കാലവും മുസ്ലിമിൻ്റെ ചരിത്രത്തിൽ സമസ്തക്ക് വലിയ പ്രാമുഖ്യവും പ്രാധാന്യവും സമസ്തയുടെ അഭിപ്രായങ്ങൾക്ക് വലിയ പരിഗണനയും കിട്ടിപ്പോന്നിരുന്നു. സമസ്ത ശത്രുക്കളായി കണ്ടവരെ പൊതുവെ മുസ്ലിം ലീഗും ശത്രുക്കളായി കണ്ടിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ചില നേതാക്കന്മാർ എല്ലാ മതസംഘടനകൾക്കും പ്രാധാന്യം കൊടുക്കണം, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന പേരിൽ അതിന് സമവായം എന്നൊരു പേരിട്ടുകൊണ്ട് ഒരു പ്രത്യേക രൂപത്തിൽ അവരെയൊക്കെ കൂട്ടിയിണക്കി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തി. ഈ ഒരു ഘട്ടത്തിൽ അഭിവന്ദനായ സൈനുൽ ചെറുശ്ശേരി ഉസ്താദിൻ്റെ ഒറ്റ പ്രസംഗമാണ് ആ വിഷയത്തിൽ ആ പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിച്ചത്. അദ്ദേഹം തൻ്റെ ചരിത്രപ്രസിദ്ധമായ സലാമത്ത് നഗർ പ്രസംഗത്തിൽ മലപ്പുറത്ത് പറഞ്ഞു, നമ്മൾ പല വാഴകളും കണ്ടിട്ടുണ്ട്. നേന്ത്രവാഴ, മൈസൂര് വാഴ, മലമുണ്ടി വാഴ. സമവായം ഇതെന്ത് വാഴയാണ്, എന്ത് വാഴയാണ് എന്ന് ചോദിച്ച് അദ്ദേഹം പരിഹാസ്യരൂപേണ ചോദിച്ചപ്പോൾ ജനം അത് ഏറ്റെടുത്തു തക്ബീർ ചൊല്ലി സ്വീകരിച്ചപ്പോൾ അതോടുകൂടി സമവായം എന്ന ഒരു പദപ്രയോഗത്തിൽ നിന്ന് തന്നെ അത്തരം നേതാക്കന്മാർ പിൻവാങ്ങുകയും ആ സമീപനം കൈയൊഴിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഇത് എവിടെയും കാണാം. ഞാൻ ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നത് ഈ ഘട്ടത്തിൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്നും എക്കാലവും സത്യത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുകയും സമസ്തയുടെ നിലപാടുകൾ അത് നിലനിർത്താൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ പ്രതിയോഗികളെ പരാജയപ്പെടുത്താൻ ആവശ്യമായ എന്ത് ചാൻസുകളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ അദ്ദേഹം പ്രവർത്തകർക്ക് സ്വീകാര്യനായി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പ്രിയങ്കരനായി മാറി. കാരണം ഇന്ന് പ്രവർത്തകരെല്ലാം നേതാക്കൾ കൃത്യമായി നോക്കി വിലയിരുത്തുന്നവരാണല്ലോ. ഇപ്പോൾ വിവാദമുടിയുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം. അദ്ദേഹം ആ വിഷയത്തിൽ വളരെ ഗൗരവതരമായി ഇറങ്ങി. സമസ്ത ഒരു ജനറൽ സെക്രട്ടറിയാണ്. സമസ്ത മുഷാവറ പ്രമേയം പാസാക്കിയ ശേഷം അദ്ദേഹം ഇറങ്ങി, അദ്ദേഹം പബ്ലിക് പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ നാടൻ ശൈലിയിൽ തനത് മലയാളത്തിൽ 4 ചിരട്ടങ്ങൾ എടുത്തോളി, എന്നിട്ട് ആ മുടി ആ തീയ്യട് കൊടുത്തളി, എന്നിട്ട് ആ മുടിയൊക്കെ ഇട്ടളി, അത് കത്തുന്നുണ്ടോ അല്ലേ നോക്കി, ഒറിജിനൽ മുടിയാണെങ്കിൽ അത് കത്തൂല എന്ന് പറഞ്ഞ് പരിഹാസ രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ കൃത്യമായ നിയമമായിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ല. തങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമായ വിശുദ്ധ കേശം തീയിൽ വീണാൽ കത്തൂല, അല്ല തീയിലിട്ടാൽ കത്തൂല. അതുപോലെ തങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗത്തിൽ പ്രാണികൾ, മ്ലേച്ഛ ജീവികൾ, നികൃഷ്ട ജീവികൾ ഇരിക്കില്ല എന്ന ഇസ്ലാമിക തത്വം അദ്ദേഹം ശക്തമായി ഊന്നി പറയുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് മഹാനവർ മുന്നോട്ട് വെച്ച ഈ ആശയവും ആ വിഭാഗത്തും ഇന്നും കാന്തപുരം വിഭാഗത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിഴൽ വിഭാഗത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നിഴലുണ്ട് ഇല്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും അവർക്ക് തീർപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം ഇനി വരാനത്ത് പോവുകയാണ്. തീയിലിട്ടാൽ കത്തുമോ ഇല്ലേ എന്ന വിഷയം അടുത്ത് വരാൻ പോവുകയാണ് ചർച്ച. അന്ന് മഹാനവർ ഉയർത്തിപ്പിടിച്ച ആ ഒരാശയം ഇന്നും അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ പ്രതിയോഗികളെ ശക്തമായി കടന്നാക്രമണം നടത്തിക്കൊണ്ടും സമസ്തയുടെ ആദർശത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടും സമസ്തയുടെ നിലപാടുകളിൽ ഒരു കോംപ്രമൈസിനും ആരോടും പോകാതെയും സത്യസന്ധമായി മുന്നോട്ട് ജീവിതം നീക്കിയ ആ മഹാൻ കൊണ്ടോട്ടിയിൽ തൻ്റെ മാർക്കറ്റിൽ മീൻ വാങ്ങാനും അദ്ദേഹം തന്നെയാണ് പോയിരുന്നത്. കോഴി വാങ്ങാനും അദ്ദേഹം പോയിരുന്നു. ബസ്സിലും ട്രെയിനിലുമൊക്കെ യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ലളിതസുന്ദരമായ ഒരു ജീവിതം. ആർക്കും എന്നും എപ്പോഴും അദ്ദേഹത്തെ പോയി കാണാം, സംസാരിക്കാം. ആദ്യകാലത്തൊക്കെ ഞാൻ ടെലിഫോണിൽ അദ്ദേഹത്തെ വിളിക്കാൻ വളരെ മടിച്ചിരുന്നു. പിന്നെ നിസ്സാരമാണ്, അദ്ദേഹത്തിന് ടെലിഫോൺ വിളിക്കുന്നതിൽ യാതൊരു പ്രയാസമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ആവശ്യത്തിനൊക്കെ വിളിക്കാൻ തുടങ്ങി. കാരണം ആരെ ഫോണും എടുക്കും, അറ്റൻഡ് ചെയ്യും, സംസാരിക്കും. അങ്ങനെ ഒരു ലളിതമായ ജീവിതം, സത്യസന്ധമായ ജീവിതം, ആദർശത്തിൽ ഉറച്ചു നിന്ന ജീവിതം, ആശയത്തിലും നയനിലപാടുകളും ആരോടും വിട്ടുവീഴ്ച കാണിക്കാത്ത, കോംപ്രമൈസിന് പോകാത്ത ഒരു സംശുദ്ധമായ മാതൃകാ ജീവിതം, ആരെയും ആവശ്യമില്ലാതെ കുറ്റം പറയാത്ത, ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ചില ദിക്റുകളുണ്ട്. ആ ഏട് നോക്കി ആ ദിക്റുകൾ ചൊല്ലിയിരിക്കുന്ന സംശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമ, ആ മാതൃകാ ജീവിതം നയിച്ച് നമുക്ക് ഒരു കരുത്തായിരുന്ന അദ്ദേഹം ഏത് യോഗത്തിലും അദ്ദേഹം എന്താ അഭിപ്രായം പറയുമെന്ന് മറ്റു ഉസ്താദുമാരൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അതിനെ എതിർക്കാൻ ആളുകൾ ഉണ്ടാകാറില്ല. ആ തരത്തിലുള്ള വലിയ നേതാവിന് നമുക്ക് നഷ്ടപ്പെട്ടു. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പകരക്കാരെ തന്ന് നമ്മുടെ സംഘടനയെ അജയ്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമാറാകട്ടെ. ആമെന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാനവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഇത്രയും നേരം പ്രാർത്ഥിച്ചു.
ഇനിയും തുടർന്ന് പ്രാർത്ഥിക്കാം. തലമുറകൾ അദ്ദേഹത്തിന് മാറി മാറി പ്രാർത്ഥിക്കും. തീർച്ച അദ്ദേഹത്തോടൊപ്പം നമ്മുടെ പൂർവികരായ മഹാന്മാരോടൊപ്പം നാളെ സ്വർഗ്ഗലോകത്ത് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഒത്തുകൂടാൻ ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. KICRലെ എല്ലാ ശ്രോതാക്കൾക്കും സഹോദരങ്ങൾക്കും സംഘാടകർക്കും ആത്മാർത്ഥമായ എൻ്റെ സ്നേഹാന്വേഷണം. അസ്സലാമു അലൈക്കും.